അങ്ങനെ ഒരു പേടിയുള്ള ഏരിയ ഒന്നും അല്ല, ഒരു ഡേഞ്ചർ സിറ്റുവേഷനിലെ ഏരിയ. അങ്ങനെ ഒരു ഇത്രയും കാലം അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്ര കാഷ്വാലിറ്റി കൂടാനും കാരണം വെച്ചാൽ ആർക്കും അങ്ങനെ ഒരു അനുഭവമല്ല, അങ്ങനെ ഒരു സംഭവം നടക്കുന്നു ഇത്രത്തോളം. ഇനി അഥവാ ഇടിഞ്ഞാൽ തന്നെ ഇത്രത്തോളം ഒരു പിടിച്ചിലാരും പ്രതീക്ഷിച്ചിട്ടുണ്ട്. 67 ആൾക്കാർ മരിച്ചിട്ടുണ്ട്. അതിലിപ്പോൾ 16 പേരാണ്. ഇപ്പം 16 പേരല്ലേ കിട്ടി? ഇപ്പം ഒന്നുകൂടി കിട്ടിയില്ല. ഇപ്പം കിട്ടി 16 പേരെ കിട്ടി. ഇപ്പോൾ ഒരാളെങ്കിലും കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു, കിട്ടിയിട്ടില്ല, കൈ കിട്ടിയില്ല. ഈ മലന്റെ അപ്പുറത്താണ് പാതാര, അവിടെ ഉരുൾപൊട്ടൽ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ അവിടെ ആൾക്കാർക്കൊന്നും പറ്റിയിട്ടില്ല. അവിടെ ഇതിന്റെ മുമ്പും ഉരുൾപൊട്ടൽ ഉണ്ടായതുകൊണ്ട് ആൾക്കാർ മഴ പെയ്തപ്പോൾ തന്നെ സേഫ്റ്റി എല്ലാവരും മാറി താമസിച്ചുകൊണ്ട് അവിടെ ആൾക്കാർക്കൊന്നും സംഭവിച്ചില്ല. നാശം ഇതിലേറെ കൂടുതൽ സംഭവിച്ചിട്ടുണ്ട്, നാശങ്ങൾ ഇതിലേറെ കൂടുതൽ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ ആൾക്കാർക്കൊന്നും സംഭവിച്ചിട്ടില്ല. മരങ്ങളെ സ്നേഹിച്ച് ഓമനിച്ച് കെട്ടിപ്പിടിച്ച് ജീവിച്ചിരുന്നവരാണ് നമ്മുടെ പൂർവികർ. ഒരു അടിസ്ഥാനവുമില്ലാത്ത പച്ചക്കള്ളമാണ് ഈ പ്രചരണം. കാട് വെട്ടിത്തെളിച്ചും തീയിട്ടുമാണ് മനുഷ്യർ കൃഷി തുടങ്ങിയത്. ജന്മഗേഹമായ ആഫ്രിക്കയിൽ നിന്ന് ഹോമോസാപ്പിയൻസ് ആസ്ട്രേലിയയിലേക്കും അമേരിക്കയിലേക്കും കുടിയേറിയപ്പോൾ ആയിരക്കണക്കിന് ജന്തു സസ്യ സ്പീഷീസുകളാണ് നശിപ്പിക്കപ്പെട്ടത്. പരിസ്ഥിതിയോട് പോരാടി പടവെട്ടി തന്നെയാണ് ജീവസന്ധാരണത്തിന് അനുകൂലമായ അന്തരീക്ഷം മനുഷ്യൻ കൃത്രിമമായി സൃഷ്ടിച്ചെടുത്തത്. പ്രകൃതി സ്നേഹികളുടെ റൊമാൻറ്റിക് വായ്ത്താരികൾക്ക് പരിണാമത്തിൻ്റെ ചരിത്ര യാഥാർത്ഥ്യങ്ങളുമായി ഒരു ബന്ധവുമില്ലെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. മികച്ച നിലവാരമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും എൻട്രൻസ് കോച്ചിംഗ് സെന്ററുകളും മറ്റ് ആധുനിക സൗകര്യങ്ങളും കയ്യെത്തും ദൂരത്തുള്ള നഗര സമൃദ്ധിയിൽ ജീവിക്കാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. കടുവയും പുലിയും ഇറങ്ങുന്ന, കാട്ടുപന്നികൾ വിഹരിക്കുന്ന, ഒന്ന് മഴ പെയ്താൽ പൊട്ടിത്തെറിച്ച് ജീവനെടുക്കാൻ കാത്തു നിൽക്കുന്ന ഉരുൾമലകളുടെ ഇരുൾ ചുവട്ടിൽ താമസിക്കാൻ ആരും ഇഷ്ടപ്പെടുന്നില്ല. ജീവിതം വഴിമുട്ടി ദശാസന്ധിയിലായൊരു കാലത്ത് കുടുംബത്തെയും വാരിപ്പിടിച്ച് മലമ്പനിയും ഹിംസ്രമൃഗങ്ങളും അടക്കി വാണിരുന്ന മലബാറിന്റെ മലമ്പ്രദേശങ്ങളിലേക്ക് കുടിയേറിയവരുടെ കഷ്ടപ്പാടുകളുടെ ഉള്ളുപൊള്ളുന്ന നേർക്കാഴ്ചകൾ കാണാൻ SK പൊറ്റക്കാടിന്റെ നോവൽ വിഷകന്യക മാത്രം വായിച്ചാൽ മതി. ഇടതടവില്ലാതെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പെയ്ത മഴയാണ് വയനാട്ടിലെ ഉരുൾപൊട്ടലിന് കാരണമായതെന്ന് വിദഗ്ധരെല്ലാം പറയുന്നു. പുത്തുമല, ചൂരൽമല, കവളപ്പാറ തുടങ്ങിയ സമാന ഭൂപ്രകൃതിയുള്ള എല്ലാ മലയടിവാരങ്ങളിലും കനത്ത മഴയിൽ ഇനിയും ഉരുൾപൊട്ടാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ദുരന്തത്തിന് ഇരയായവർക്ക് സാമ്പത്തിക സഹായം നൽകുക എന്നത് അത്ര പ്രയാസമുള്ള കാര്യമല്ല. എന്നാൽ അവരെ പുനരധിവസിപ്പിക്കാൻ അപകട ഭീഷണിയില്ലാത്ത അനുയോജ്യമായ ഭൂമി കണ്ടെത്തുക എന്നത് കേരളത്തിലെ നിലവിലെ സാഹചര്യത്തിൽ ദുഷ്കരം തന്നെയാണ്. ഇന്ത്യയിലെ ഏറ്റവും ജനസാന്ദ്രതയേറിയ സംസ്ഥാനം കേരളമാണ്. വീട് വയ്ക്കാൻ കൊള്ളാവുന്ന എല്ലായിടവും നമ്മൾ താമസ സ്ഥലമാക്കി മാറ്റിക്കഴിഞ്ഞു. മലയിടിച്ചിൽ, വെള്ളപ്പൊക്ക ഭീഷണിയില്ലാത്ത ഭവന നിർമ്മാണത്തിന് യോജിച്ച 1 ഇഞ്ച് സ്ഥലം പോലും ഇന്ന് കേരളത്തിൽ ബാക്കിയില്ല എന്ന് തന്നെ പറയാം. 3.5 കോടി ജനങ്ങളെ സുരക്ഷിതമായി ഉൾക്കൊള്ളാനുള്ള ശേഷി നമ്മുടെ സംസ്ഥാനത്തിന് ഇല്ല. ഇത്രയും ജനങ്ങൾക്ക് വീട് വെച്ച് ജീവഭയമില്ലാതെ താമസിക്കാനാവുന്ന ഭൂമി കേരളത്തിൽ ലഭ്യമല്ല എന്ന വസ്തുത ഇനിയെങ്കിലും നമ്മൾ ഉൾക്കൊള്ളണം. അപ്പോൾ എന്താണൊരു പരിഹാരമാർഗം? നാം ഒന്ന് നമുക്കൊന്ന് എന്ന ജനസംഖ്യാ നിയന്ത്രണ നയം
കർശനമായി നടപ്പിലാക്കണം. കാണാൻ പാടില്ലേ? ഇതുവരെ മുട്ടിയിട്ടില്ലാത്ത പോലെ. 2 എണ്ണം പോരാ. ഭാരത സർക്കാർ കുടുംബാസൂത്രണം നമുക്കൊന്ന് പറയും നമ്മൾ ആസൂത്രണത്തിൽ മാറ്റൊന്നുമില്ല കേട്ടാ. നല്ലൊരു ഭാവി. എല്ലാ കുടുംബത്തിലും ഒറ്റ കുട്ടിയാകുമ്പോൾ, അവർ മുതിർന്ന് വിവാഹിതരാകുമ്പോൾ 2 ആൾക്ക് ഒരു വീട് മാത്രം മതിയാകും. 3ഉം 4ഉം മക്കളുള്ള കുടുംബങ്ങളിൽ ഒരാൾക്ക് തറവാട് വീട് ലഭിക്കുമ്പോൾ, മറ്റുള്ളവർ ഫാമിലി ലൈഫ് ആരംഭിക്കുമ്പോൾ അവർക്ക് പുതിയ ഹൗസ് ബോട്ട് കണ്ടെത്തേണ്ടി വരും. അപ്പോൾ സാമ്പത്തിക ശേഷി ഇല്ലാത്തവർ മറ്റു മാർഗമില്ലാതെ ഉരുൾപൊട്ടൽ ഭീഷണിയൊന്നും വകവയ്ക്കാതെ ചൂരൽമല പോലെയുള്ള സ്ഥലങ്ങളിൽ വീട് വയ്ക്കാൻ നിർബന്ധിതരാകും. സർക്കാരിന്റെ കുടുംബാസൂത്രണ ആഹ്വാനത്തോട് സർവാത്മന സഹകരിച്ച ജനവിഭാഗങ്ങൾക്ക് വോട്ട് ബാങ്ക് വിലപേശൽ ശേഷി കുറയുന്നതിനാൽ അവർക്ക് പ്രാതിനിധ്യവും മറ്റ് ആനുകൂല്യങ്ങളും നഷ്ടപ്പെടുന്ന സാഹചര്യം നിലവിലുണ്ട്. കഴിഞ്ഞ 2 സെൻസസിലും നെഗറ്റീവ് പോപ്പുലേഷൻ ഗ്രോത്ത് രേഖപ്പെടുത്തിയ പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകൾ ഉൾപ്പെട്ട തെക്കൻ കേരളത്തിന് നഷ്ടമായ 7 നിയമസഭാ മണ്ഡലങ്ങൾ ജനസംഖ്യാ നിയന്ത്രണത്തിൽ പിന്നോക്കം നിൽക്കുന്ന മലബാറിന് നൽകപ്പെട്ടു. ജനാധിപത്യം ഒരു നമ്പർ ഗെയിം കൂടിയാണ്. പ്രളയം വരുമ്പോൾ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറുന്നവർക്ക് വെള്ളമിറങ്ങുമ്പോൾ കയറി ചെല്ലാൻ ഒരു വീട് അവിടെയുണ്ട്. മുണ്ടക്കയിലും ചൂരൽമലയിലും എല്ലാം നഷ്ടമായവർക്ക് തിരിച്ചു പോകാൻ കിടപ്പാടമില്ല, ഭൂമിയില്ല. അവരെ പുനരധിവസിപ്പിക്കാൻ അനുയോജ്യമായ ഭൂമി കണ്ടെത്തുന്നത് കേരളത്തിലെ നിലവിലെ സാഹചര്യത്തിൽ അത്ര എളുപ്പവുമല്ല. അടുത്ത തലമുറയെയെങ്കിലും നമുക്ക് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ നിന്ന് രക്ഷിക്കണം. പോപ്പുലേഷൻ കൺട്രോളിനൊപ്പം ഉയരങ്ങളിലേക്ക് താമസയിടം മാറ്റുന്ന ഫ്ലാറ്റ് കൾച്ചർ ചെറു പട്ടണങ്ങളിലേക്കും ഗ്രാമപ്രദേശങ്ങളിലേക്കും വ്യാപിപ്പിക്കണം. കെട്ടിട നിർമ്മാണ സാങ്കേതിക വിദ്യ അക്കാലത്ത് വികസിച്ചിട്ടില്ലാത്തതിനാലാണ് പുരാതന ഭാരതത്തിലെ ഋഷിമാർ പർണശാലകളിൽ താമസിച്ചത്. മോഡേൺ ബിൽഡിംഗ് ടെക്നോളജി ഉപയോഗിച്ച് കോടികൾ മുടക്കി നിർമ്മിച്ച കൊട്ടാര സദൃശ്യമായ ബംഗ്ലാവുകളിലെ സിംഹാസനത്തിൽ ഇരുന്നാണ് ഇപ്പോഴത്തെ എല്ലാ സ്വയം പ്രഖ്യാപിത ആൾ ദൈവങ്ങളും ഗുരുജികളും പ്രകൃതിയിലേക്ക് മടങ്ങാനുള്ള ഉപദേശം ചൊരിയുന്നത്. കോറികൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അതിതീവ്ര മഴ പെയ്യുമ്പോൾ ഇനിയും ഉരുൾപൊട്ടും. മല ഇടിഞ്ഞു വരാൻ സാധ്യതയുള്ള വഴികളിൽ നിന്ന് മനുഷ്യൻ മാറി നിൽക്കുക എന്നത് മാത്രമാണ് ശാശ്വതമായ ഏക പരിഹാര മാർഗം. പരിസ്ഥിതിവാദികൾ ജനസംഖ്യാ വിസ്ഫോടനത്തിന് എതിരെ ഒരക്ഷരം ഉരിയാടാറില്ല. മനുഷ്യ കുഞ്ഞുങ്ങളുടെ നിലവിളി കേൾക്കാതെ കിളിക്കുഞ്ഞിന്റെ തേങ്ങലിൽ മാത്രം ചങ്കുപൊടിയുന്ന ഹൃദയശൂന്യതയുടെ പേരെത്രയും പ്രകൃതി സ്നേഹം. മനുഷ്യൻ ഏൽപ്പിച്ച ആഘാതത്തിന് പ്രകൃതി നൽകുന്ന ശിക്ഷയാണ് ഉരുൾപൊട്ടൽ എന്നൊക്കെയുള്ള പരിസ്ഥിതി മൗലികവാദികളുടെ ശാപവചനങ്ങൾ നമുക്ക് അവജ്ഞതയോടെ തള്ളിക്കളയാം. മനുഷ്യ സ്പർശമേൽക്കാത്ത ഉൾക്കാട്ടിൽ ഉരുൾപൊട്ടിയപ്പോൾ മുണ്ടക്കൈ, പുത്തുമല, പുഞ്ചിരിവട്ടം ഈ ജനവാസ കേന്ദ്രങ്ങൾ പൂർണ്ണമായും ഒലിച്ചില്ലാതായി. അതായത് ചരിവ് കൂടിയ മലഞ്ചെരിവുകളിൽ താമസിക്കുന്നവരുടെ ജീവനാപകടത്തിലാണ്. ഇത്തരം പ്രദേശങ്ങൾ ജനവാസത്തിന് യോജിച്ചതല്ല എന്ന് നേരത്തെ പറഞ്ഞതാണ്. എല്ലാ മഴ സീസണിലും ഉരുൾപൊട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ലാൻഡ് സ്ലിപ്പ് പ്രോൺ ഏരിയയിൽ നിന്ന് താമസക്കാരെ ഘട്ടം ഘട്ടമായെങ്കിലും മാറ്റി പുനരധിവസിപ്പിക്കേണ്ടിയിരിക്കുന്നു. ഏത് സർക്കാർ ഭരിച്ചാലും ഇതൊന്നും അത്ര എളുപ്പമല്ല. ആവർത്തിക്കുകയാണ്, പണമല്ല, ഭൂമി ലഭ്യത തന്നെയാണ് പ്രധാന പ്രശ്നം. പഴിചാരാൻ എളുപ്പമാണ്. പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കണ്ടെത്താനാണ് എല്ലാവരും ചേർന്ന് ശ്രമിക്കേണ്ടത്. 2011 ചെങ്ങന്നൂർ താലൂക്കിൽ സെൻസസ് സെക്ഷൻ കൈകാര്യം ചെയ്തിരുന്ന കാലത്ത് സെൻസസ് ഡയറക്ടറേറ്റിൽ നിന്ന് വന്ന കുറിമാനത്തിൽ
ഞങ്ങളുടെ താലൂക്കിൽ നെഗറ്റീവ് പോപ്പുലേഷൻ ഗ്രോത്ത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് ആരാഞ്ഞിരുന്നു. ഞങ്ങളുടെ നാട്ടുകാർക്ക് ബോധവും വിവരവും ഉള്ളതുകൊണ്ടാണ് പിള്ളേരുടെ എണ്ണം കുറയുന്നതെന്ന് പച്ച മലയാളത്തിൽ മനസ്സിൽ മറുപടി കുറിച്ചിരുന്നു. 2011 സെൻസസിൽ ഏറ്റവും കുറഞ്ഞ ജനന നിരക്ക് കാണിച്ച 5 താലൂക്കുകളിൽ 4 എണ്ണവും പത്തനംതിട്ട ജില്ലയിലാണ്. ഞങ്ങളുടെ ചെങ്ങന്നൂർ താലൂക്ക് മാത്രം ആലപ്പുഴ ജില്ലയിൽ നിന്ന് കുടുംബാസൂത്രണ തിലകത്തോടെ തല ഉയർത്തിപ്പിടിച്ചു നിന്നു. ഇങ്ങനെയുള്ള ചില ഡേറ്റ കാണുമ്പോഴാണ് നാടിനെ പറ്റി അഭിമാനം തോന്നുന്നു. ജനസംഖ്യാ നിയന്ത്രണത്തിലും ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിലും 1-ാം സ്ഥാനം നേടിയതിന്റെ പേരിൽ കേരളം ശിക്ഷിക്കപ്പെടുന്നു. കാലങ്ങളായി കേരളം ഉയർത്തുന്ന പരിദേവനമാണ്. ഇതേ സങ്കടം തന്നെയാണ് ദക്ഷിണ കേരളത്തിനും പറയാനുള്ളത്. നാം 2 നമുക്ക് 2 എന്ന സർക്കാരിന്റെ കുടുംബാസൂത്രണ നയം നാം 1 നമുക്കൊന്ന് തലത്തിലേക്ക് വികസിപ്പിച്ച ദക്ഷിണ കേരളത്തിന് 7 നിയമസഭാ മണ്ഡലങ്ങൾ നഷ്ടമായി. പോപ്പുലേഷൻ കൺട്രോൾ എന്ന ആശയത്തോട് മുഖം തിരിഞ്ഞു നിന്ന തെക്കേ മലബാറിലേക്ക് ഈ മണ്ഡലങ്ങൾ പോയി. തെക്കൻ കേരളത്തിൽ മതേതര കക്ഷികളായ CPM-ഉം കോൺഗ്രസും ജയിച്ചു വന്നിരുന്ന ഈ 7 സീറ്റുകൾ വർഗീയ പാർട്ടിയായ ലീഗിന്റെ കൈപ്പിടിയിലായി. മലപ്പുറം ജില്ലയിൽ എല്ലാ വർഷവും +1 സീറ്റ് പ്രതിസന്ധി ഉണ്ടാകാനുള്ള മൂല കാരണം ഈ ജില്ലയിലെ ഉയർന്ന ജനന നിരക്കാണ്. എന്നാൽ കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയും ഈ വിഷയം ചർച്ച ചെയ്യുവാൻ പോലും തയ്യാറാകുന്നില്ല.